ഹലോ വെൽക്കം ടു ഇന്നർ ക്ലാസ്സസ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ എല്ലാ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 10 ക്വസ്റ്റ്യൻ ഇതായിരിക്കും ചെയ്യാം. ഏറ്റവും ആദ്യം സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ്. എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്ക്കും എ ഒഴികെയുള്ള ബാക്കിയെല്ലാം, എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഒഴികെയുള്ള ബാക്കിയെല്ലാം ആയിരിക്കും. അതിന് രണ്ടിനും എന്ത് കോമൺ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എയും എ ഒഴികെയുള്ള ബാക്കിയെല്ലാവരും അതിനകത്തൊന്നും കോമൺ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉത്തരം നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഒന്നും കോമൺ ഉണ്ടാവില്ല, അതുകൊണ്ട് നൾ സെറ്റ് ആയിരിക്കും ഉത്തരം. ഇനി രണ്ടാമത്തെ സ്ഥിരമുള്ള ക്വസ്റ്റ്യനാണ് യു ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. യു എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എ ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, ബി ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. ഈ താഴെ തന്നിരിക്കുന്ന ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ട് ലോ ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡിമോർഗൻസ് ലോ ആണ്. ഇത് ചെയ്യാനായിട്ട് ഫസ്റ്റത്തെ എടുക്കാം, എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി എടുക്കണം. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് 2 3 4ലും 2 3 4 6ലും കോമൺ ആയിട്ടുള്ള എന്താണ് 2ഉം 3ഉം 4ഉം രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 3 4 ആണ്. ഇനി ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ എ ഇൻ്റർസെക്ഷൻ ബി ഒഴികെ ബാക്കിയുള്ളവരും, ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ ഇൻ്റർസെക്ഷൻ ബി ഒഴികെയുള്ള ബാക്കിയുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു, അതായത് 2ഉം 3ഉം 4ഉം കട്ട് ചെയ്യാം, ബാലൻസ് എന്താണുള്ളത് നോക്കാം. 2ഉം 3ഉം 4ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് ഉള്ളത് 1ഉം 5ഉം 6ഉം ആയിരിക്കും. 1 5 6. ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, എ ഡാഷ് എഴുതണം. എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ എ ഒഴികെ ബാക്കിയുള്ളവരും, ഡാഷ് വന്നാൽ തന്നെ അത് ഒഴികെയെന്നാണ്. ഓക്കെ, അതൊഴികെ ബാക്കിയുള്ളവരും. എ എന്ന് വെച്ചാൽ 2 3 4 അല്ലേ. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ 2 3 4 കട്ട് ചെയ്താൽ പിന്നെ ബാലൻസ് എന്തുണ്ട്, 1 5 6 ഉണ്ടാവും. ബി ഡാഷ് ആണെങ്കിലോ, അപ്പോൾ 2 3 4 6 ഒഴികെ ബാക്കിയുള്ളവരും, 2 3 4 6 ഒഴികെ ബാക്കിയുള്ളവരെന്ന് പറയുമ്പോഴത്തേക്കും 2 3 4 6 ബാക്കിയുള്ളത് 1ഉം 5ഉം ആയിരിക്കും. ഓക്കെ, 1ഉം 5ഉം ആയിരിക്കും. ഇനി രണ്ടാമത്തത് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് അല്ല. അപ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എഴുതി നോക്കാം. എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, അതായത് എ ഡാഷും ബി ഡാഷും കൂടെ മിക്സ് ചെയ്യുക. എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ 1 വരും, 5 വരും, 6 വരും, പിന്നെ 1ഉം 5 റിപ്പീറ്റ് വരുന്നതുകൊണ്ട് അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 5 6 വരും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷും എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇതും ഒരേ ഉത്തരം തന്നെയല്ലേ. അതുകൊണ്ട് പ്രൂവ്ഡ് ആണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഇൻ്റർസെക്ഷൻ എ ഡാഷ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, നൾ സെറ്റാണ്. ഓക്കെ, ഇനി എ ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് നട വായിക്കുക. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. ഓക്കെ, എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 6. ഇതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അതായത് ഈ എക്സ് സച്ച് ദാറ്റ് എന്നൊക്കെ പറഞ്ഞൊരു രീതിയിൽ നമ്മൾ സെറ്റിനെ എഴുതും. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞൊരു സെറ്റാണ്. ആ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫാക്ടർ ഓഫ് 6. ഓക്കെ, ആ നമ്പേഴ്സ് 6ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവരെ ഈ എല്ലാ നമ്പറിനെയും 6/1 പോസിബിൾ ആണല്ലോ, 6/2ഉം പോസിബിളാണ്, 6/3ഉം പോസിബിളാണ്, 6/6ഉം പോസിബിളാണ്. അപ്പോൾ ഈ നമ്പേഴ്സാണ് 6ൻ്റെ ഫാക്ടേഴ്സ്. ഇങ്ങനെ ഇത്രേ ഉള്ളൂ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് എക്സ് ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ. ഇപ്പോൾ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈസ് ആൻ ഈവൻ ഇൻറ്റീജർ. അപ്പോൾ ഇത് ഈവൻ നമ്പറാണ്, 2 മുതൽ 9 വരെയുള്ള. ഓക്കെ, 2ന് വേണമെങ്കിൽ ഈക്വൽ ആവാം. അപ്പോൾ ഈവൻ നമ്പറാണ് 9 വരെയുള്ള ഈവൻ നമ്പേഴ്സ്. 9ൽ ചെറുതാവണമെന്ന് നിർബന്ധമാണ് കേട്ടോ, 9ൽ ചെറുതായിരിക്കണം. ഇപ്പോൾ 2 4 6 8 ചെയ്തുകൊണ്ട് വരാമല്ലോ. ഇതാണ് അതുവരെയുള്ള ഈവൻ നമ്പേഴ്സ്. ഫൈൻഡ് എ ഇൻ്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളതാണ് എ ഇൻ്റർസെക്ഷൻ ബി. സോ എന്തൊക്കെ വരും, രണ്ടിലും കൂടെ കോമൺ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 6ഉം ഉണ്ട്. അത്ര ഉള്ളൂ. ഓക്കെ, 2ഉം 6ഉം ആണ് കോമൺ ആയിട്ടുള്ളത്. കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ടെക്നിക്കാണ്. എ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്, എ ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലെ ബാക്കി എല്ലാവരും. ഇത് ഒരെണ്ണം മാത്രം കാണിച്ചു കേട്ടോ. ഇപ്പോൾ എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയിൽ 2 3 4 6 അല്ലേ. ഇപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2 3 4ഉം
6ഉം കട്ട് ചെയ്യുക. പിന്നെ ബാലൻസ് ആരൊക്കെയുണ്ട്? 1 5 7 8 ആയിരിക്കും. 1 5 7 8 ഇങ്ങനെയാണ് ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഇതൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയെല്ലാം ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരേ ടൈപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ്, 2 സെറ്റാണ്, സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. സബ്സെറ്റ് ഓഫ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം അത് സബ്സെറ്റ് എന്നാണ് കേട്ടോ. സബ്സെറ്റ് എന്ന് വായിക്കുക. എ ബിയുടെ ഒരു ഭാഗമാണ് അത്രേ ഉള്ളൂ. ബി ഒരു വലിയ ഏതൊരു സെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ രണ്ടും ഈക്വലാകാൻ വരാം, അത് വേറൊരു കേസ്. ഇപ്പോൾ ഇവിടെ എ ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് എ ഈസ് ഈക്വൽ ടു ഒരു 1 2 3 എടുക്കാം. ബി ഈസ് ഈക്വൽ ടു, എ എന്ന് വെച്ചാൽ ബിയുടെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞേക്കണം. ബി നമുക്ക് വേണമെങ്കിൽ 1 2 3 4 5 എടുക്കാം. കണ്ടില്ലേ, എയിലുള്ള എല്ലാവരും ബിയിലുണ്ട്. അപ്പോൾ എ ബിയുടെ ഒരു ഭാഗം മാത്രമാണ്. ചോദ്യം എ യൂണിയൻ ബി ആണ്. ഇപ്പോൾ ഈ എ യൂണിയൻ ബി എന്ന് എഴുതി നോക്കിയാലോ, എ യൂണിയൻ ബി എന്ന് എഴുതി നോക്കിയാൽ എന്ത് കിട്ടും? ആദ്യം എയിലുള്ള എല്ലാം എഴുതാം. 1 2 3 ഉണ്ട്. പിന്നെ ബിയിൽ നോക്കിയപ്പോൾ ഈ 1 2 3 റിപ്പീറ്റ് വരുന്നുണ്ട്. പിന്നെ ബാലൻസ് ഉള്ളത് 4ഉം 5ഉം എല്ലാം എഴുതണം. റിപ്പീറ്റ് എഴുതാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇനി ഒന്ന് നോക്കിയേ, ഈ എ യൂണിയൻ ബിയും ഒന്ന് തന്നെയല്ലേ? നോക്കി നമുക്ക് മനസ്സിലാവും. എ യൂണിയൻ ബിയും ഒന്ന് തന്നെയാണ്. അപ്പോൾ എ യൂണിയൻ ബി എന്നായിരിക്കും? ബി ആയിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി ആയിരിക്കും. ഡൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് റൈറ്റ് ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ്. അപ്പോൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. എക്സ് സ്ക്വയർ ലെസ് ദാൻ 40 ആയിരിക്കും. ഇപ്പോൾ എക്സ് ഒരു പോസിറ്റീവ് നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ 40 താഴെ ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള നമ്പർ ഏതൊക്കെയുള്ളത്? നമുക്ക് 1ൽ സ്റ്റാർട്ട് ചെയ്യാം. 1ൻ്റെ സ്ക്വയർ നമുക്ക് ഏതെടുക്കാം? സെറ്റിൻ്റെ പേര്. 1ൻ്റെ സ്ക്വയർ 40 താഴെയാണോ? അതെ, 1ൻ്റെ സ്ക്വയർ 40 താഴെയാണ്. 1 സ്ക്വയർ ഇസ് 1. 2 സ്ക്വയർ 40 താഴെയാണോ? അതെ, അപ്പോൾ 2ഉം വരും. അപ്പോൾ എക്സ് ഒരു പോസിറ്റീവ് നമ്പറാണ് കേട്ടോ, ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ 40 താഴെയാണ്. 3 സ്ക്വയർ 9 ആണ്, അതും ഓക്കെയാണ്. 4 സ്ക്വയർ 16 ഓക്കെ. 5 സ്ക്വയർ 25 ഓക്കെ. 6 സ്ക്വയർ 36 ഓക്കെ. 7 സ്ക്വയർ ഈസ് 49, 49 വരും അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 7 വരത്തില്ല. അപ്പോൾ 7 ഒഴികെയുള്ള ബാക്കി എല്ലാം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വരെ 7 വരെയുള്ള എല്ലാം എടുക്കാം. 7 ഒഴികെയുള്ള എല്ലാം 7 വരെയുള്ള. അപ്പോൾ 1 2 3 4 5 6 7 ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ്. അതിന് റോസ്റ്റർ ഫോമിൽ എഴുതാമെന്ന് പറയുന്നുണ്ടല്ലേ. റൈറ്റ് ഇറ്റ് ഇൻ റോസ്റ്റർ ഫോം എന്നാണ്. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉത്തരം എഴുതാനാണ് റോസ്റ്റർ ഫോം എന്ന് വിളിക്കുക. ഇതേപോലത്തെ ഒരു കഥ പോലെ എഴുതണതിനാണെന്ന് വിളിക്കുക. അതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് 2. അപ്പോൾ സബ്സെറ്റ് എഴുതാനായിട്ട് ഓക്കെ, സബ്സെറ്റ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ എഴുതാൻ ചെയ്യേണ്ട ഫസ്റ്റത്തെ കാര്യം, ആദ്യം ഒന്നുമില്ലാത്തൊരു സെറ്റ് എഴുതണം. ഓക്കെ, ആരും ഇല്ലാത്തൊരു സെറ്റ്, അതാണ് നൾ സെറ്റ് എഴുതി. പിന്നെ ഓരോന്നും വീതം എഴുതണം. അതാണ് ടെക്നിക്ക് കേട്ടോ, ഓരോന്നും വീതം. ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം എഴുതി അത് കഴിഞ്ഞു. ഡൺ. ഇപ്പോൾ ടെക്നിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ ആദ്യം ഒന്നുമില്ലാത്ത എഴുതുക, പിന്നെ ഓരോന്ന് വീതം എഴുതുക, പിന്നെ 2 എണ്ണം വീതം എഴുതുക, പിന്നെ 3 എണ്ണം വീതം എഴുതുക. ഇവിടെ ആകെ 2 പേരുണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് സബ്സെറ്റ് നൾ സെറ്റും പിന്നെ 2 തന്നെ ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. സോ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ ഇതാണ് നമ്മുടെ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പറാണ്, ഒരു എക്സ് ആണ്. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. 6ൽ താഴെയുള്ള ഒരു പ്രൈം നമ്പറാണ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6ൽ താഴെയുള്ള പ്രൈം നമ്പർ. 6ൽ താഴെയുള്ള പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 വരും, 3 വരും, 5 വരും. പ്രൈം നമ്പേഴ്സ് അറിയാമല്ലോ. ഓക്കെ, അതാണ് നമ്മുടെ ഉത്തരം. കഴിഞ്ഞിട്ടാണ് റോസ്റ്റർ ഫോം എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ് ഉത്തരമായിട്ടങ്ങ് എഴുതുക. കഥ പോലെ എഴുതാനാണ് സെറ്റ് ബിൽഡർ. ഇതൊക്കെ കഥയല്ലേ, ഇങ്ങനെ കഥ പോലെ എഴുതിയത് സെറ്റ് ബിൽഡർ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിൽ എഴുതണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 3. 3ൽ താഴെ നാച്ചുറൽ നമ്പറാണ്. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് 1 മുതൽ മേളിലേക്കുള്ളതാണ്. അപ്പോൾ 3ൽ താഴെ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെയാണ്? 3ൽ താഴെ നാച്ചുറൽ നമ്പേഴ്സ് 1ഉം 2ഉം ആണ്. കഴിഞ്ഞു. ഓക്കെ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദിസ് എ. ഈ എയുടെ എല്ലാ സബ്സെറ്റും എഴുതാൻ. ഇപ്പോൾ സബ്സെറ്റ്സ് എങ്ങനെ നമ്മൾ എഴുതുക? സബ്സെറ്റ് എഴുതാനായിട്ട് ഇത്രയും ചെയ്താൽ മതി. സബ്സെറ്റ്സ് ഓഫ് എ, ആദ്യം ഒന്നുമില്ലാത്ത സെറ്റ് എഴുതുക, പിന്നെ ഓരോന്ന് വീതം എഴുതണല്ലേ. 1 2 സെപ്പറേറ്റ് ആയിട്ട് എഴുതി, പിന്നെ 2 എണ്ണം വീതം. അത് 1 2 മാത്രമേ ഉള്ളതുകൊണ്ട് 1 2 മാത്രം എഴുതി നിർത്താം. കഴിഞ്ഞു. ഇങ്ങനെയാണ് സബ്സെറ്റ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ -4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് എക്സ് ഈ നടുക്ക് എക്സ് കൊടുത്തിട്ടില്ലേ. ഓക്കെ, എക്സ് കൊടുത്തിട്ട് ഈ കാണിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ എക്സ് -4 വലുതാണ്, 5 ചെറുതും ആവാം, ഈക്വലും ആവാം. ഓക്കെ, -4 വലുതും 5 ചെറുതും അല്ലെങ്കിൽ ഈക്വലും ആവാം. ഇതാണ് എൻ്റെ അർത്ഥം കേട്ടോ, നടക്കിങ്ങനെ കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സൈൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ ലെസ് ദാൻ മാത്രമല്ലേ ഉള്ളൂ, ഈക്വൽ ടു ഒന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരിക്കും. നമ്മുടെ ഉത്തരം ഇതാണ്. കാരണം ഫസ്റ്റത്തതിൽ റൗണ്ട് ബ്രാക്കറ്റ്, കാരണം ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് സ്ക്വയർ ബ്രാക്കറ്റ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കഴിഞ്ഞു, ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് വീണ്ടും സെറ്റ് ബിൽഡർ ഫോമിൽ വന്നേക്കണേ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. ഓക്കെ, ഇപ്പോൾ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എയിലെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ. അപ്പോൾ നേരെ നമ്പേഴ്സ് ആയിട്ട് എഴുതാം. 6 താഴെ നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. 1 മുതൽ മേളിലേക്കുള്ളതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ്. ബി ഓൾറെഡി തന്നിട്ടുണ്ട്, 1ഉം 2ഉം തന്നിട്ടുണ്ട്. സോ ചുമ്മാ ഒന്ന് എഴുതിയേക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കും ബിക്കും കോമൺ ഉള്ളത്. എക്കും ബിക്കും കോമൺ ഉള്ളത് ഏതൊക്കെയുണ്ട്? 1ഉം 2ഉം. അത്രേ ഉള്ളൂ. എ ഇൻ്റർസെക്ഷൻ ബി കഴിഞ്ഞു. ഇനി എ മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിന്ന് ബിയിലുള്ള ആൾക്കാരെയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, എക്കും ബിക്കും കോമൺ ഉള്ള ആൾക്കാരെ കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ഉള്ള ആൾക്കാരാണ് എ മൈനസ് ബി. അതായത് എക്ക് മാത്രമുള്ള ആൾക്കാർ, ബി ആയിട്ട് ഒരു ബന്ധവും വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ബിയിൽ ഈ കോമൺ വന്ന ആൾക്കാരില്ലേ, ഈ 1ഉം 2ഉം. ഓക്കെ, ഈ 1ഉം 2ഉം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരായിരിക്കും എന്ത്, നമ്മുടെ ഈ പറഞ്ഞ എ മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, മനസ്സിലാക്കിക്കൊള്ളു. 1ഉം 2 ഒഴികെ ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ഇതിങ്ങനെ എഴുതാം. അപ്പോൾ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 3, 4, 5 ആയിരിക്കും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതാണ്, അതായത് എയിൽ കോമൺ ആയിട്ടുള്ളവരെയൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി എല്ലാവരും. ഓക്കെ, കോമൺ വരാൻ പാടില്ല. ഇനി എ ഈസ് ഈക്വൽ ടു 1, 2, 3 നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എഴുതി നോക്കാം. അല്ലെങ്കിൽ ഒരു രീതിയുണ്ട്. ഇവരിപ്പോൾ 3 നമ്പേഴ്സ് അല്ലേ. ഓക്കെ, 3 പേരാണല്ലോ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 3 ആണ്. 3 എലമെൻറ്റ്സ് ആണ് എയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ ഇക്വേഷൻ 2n ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? 2n. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു 2n ആയിരിക്കും. ഇവിടെ n 3 ആയതുകൊണ്ട് തന്നെ 2/3 ആണ് അതിൻ്റെ ഉത്തരം. 2/3 എന്ന് വെച്ചാൽ 2 × 2 × 2. ഓക്കെ, 2 × 3 അല്ല, 2 × 2 × 2 ആണ്. 3 ആണ് 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. നമ്മുടെ ഉത്തരം C8 ആയിരിക്കും. ഓക്കെ, റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് എ ഹാവിങ് 2 എലമെൻറ്റ്സ്. എക്ക് 2 എലമെൻറ്റ് വരുന്ന സബ്സെറ്റുകൾ ഏതൊക്കെയാണ്? എല്ലാ സബ്സെറ്റും വേണ്ട, മൊത്തം 8 സബ്സെറ്റ് ഉണ്ട്. അതിനകത്ത് 2 എലമെൻറ്റ് വരുന്ന സബ്സെറ്റ് ഏതൊക്കെ ആയിരിക്കും? 2 എലമെൻറ്റ് വരുന്ന സബ്സെറ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് 1, 2, 3 അല്ലേ. ഇപ്പോൾ 1, 2 വരും, 1, 3 വരും, പിന്നെ 2, 3 വരും. അത്ര കൂട്ടാണ് 2ഉം 3ഉം വരും. എളുപ്പം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അങ്ങനെ സംഭവം ക്വസ്റ്റ്യൻ ഒന്നുമല്ല. 2 എലമെൻറ്റ്സ് വരുന്ന ഏതൊക്കെയാണ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഗിവൺ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് വിചാരിക്കുന്നത്. സബ്സെറ്റ് എന്ന് വെച്ചാൽ ഒരു ഭാഗമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഡാഷ്? എ ഡാഷ് കണ്ടുപിടിക്കുക. എ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? എ ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എല്ലാവരും. അപ്പോൾ അതായത് ഇതേ ഇവിടെ നിന്ന് 1, 2, 3 കട്ട് ചെയ്ത് കളയാം. കാരണം എയിൽ 1, 2, 3 ഉണ്ടല്ലോ. എയിൽ 1, 2, 3 ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1, 2, 3 കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവരാണ് നമ്മുടെ എ ഡാഷ്. അത്രേ ഉള്ളൂ. എ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഒഴികെ ബാക്കി എല്ലാവരും. അപ്പോൾ 4, 5, 6 കിട്ടും. ഇതാണ്, അത്രേ ഉള്ളൂ. അടുത്ത് പിയും ക്യൂവും 2 സെറ്റാണെന്ന് ഇറക്കി. അതിനകത്ത് n of p ഈസ് ഈക്വൽ ടു 12. ഓക്കെ, n of p 12 ആണ്. എന്ന് വെച്ചാൽ പിയുടെ എണ്ണം 12 പേരാണ് പിയിലുള്ളത്. ഓക്കെ, പിയും ക്യൂവും ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ എന്തോ കുറേ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ആണ്. അതിനകത്ത് പിയിൽ 12 പേരുണ്ട്, ക്യൂ മൈനസ് പിയിൽ 7 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കാം, ഞാനൊരു വെൻ ഡയഗ്രം വരയ്ക്കും. ഇതാണ് വെൻ ഡയഗ്രം. ഇങ്ങനെ 2 സർക്കിളൊക്കെ വരച്ച്, ഓക്കെ, ഇതാണ് വെൻ ഡയഗ്രം എന്ന് പറയും. ഇതിൻ്റെ അകത്ത് പി, ഇത് പിയും ഇത് ക്യൂ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പി. കുറച്ച് കോമൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിയിൽ 12 പേരുണ്ട്. മൊത്തം പിയിൽ 12 പേരുണ്ട്. അടുത്തത് ക്യൂ മൈനസ് പിയിൽ, അതായത് ഈ ഭാഗം കോമൺ ഒന്നും ഇല്ലാത്ത ക്യൂവിൻ്റെ ഈ ഭാഗമില്ലേ, ഇവിടെ മൊത്തം ഒരു 7 പേരുണ്ട്. ഓക്കെ, അതായത് ഇത്രയും ഭാഗത്ത് 12 പേര്, അതായത് കോമണൊക്കെ ഉൾപ്പെടെയാണ് പറയുന്നത്. 12 പേരുണ്ട് പിയിൽ. ക്യൂവിനും മാത്രമായിട്ട് 7 പേരുണ്ട്. ആണെങ്കിൽ മൊത്തത്തിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്.
12 + 7 19 പേരായിരിക്കും. അത്രേ ഉള്ളൂ. ഇടാൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ചിന്തിക്കാനുള്ള, ബാക്കിയെല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ അകത്ത് നമ്മുടെ ഈ സെറ്റുമായിട്ട് ചെറിയ കണക്ഷനൊക്കെ ഇതിനുണ്ട്. ഇപ്പോൾ ചോദ്യം ഇതാണ്, A = 1 2 3 എന്നായിരിക്കുക, B = 1 4 എന്നായിരിക്കുക. അങ്ങനെയാണെങ്കിൽ A × B എന്ന് പറഞ്ഞ സംഭവമുണ്ട്. A × Bക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാകുമെന്ന് ചോദിച്ചിരിക്കണം. ഓക്കെ, സബ്സെറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് അപ്പോൾ A × Bയിൽ എത്ര ആൾക്കാരുണ്ടാവും നമുക്കത് നോക്കാം. A × Bയിൽ എത്ര പേരുണ്ടാവും? Aയിൽ 3 പേര് അല്ലേ, Bയിൽ 2 പേര്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ Aയിലുള്ള ആൾക്കാരുടെ എണ്ണം Bയിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലാണ്ട് വലിയ സംഭവമൊന്നുമില്ല. ഇപ്പോൾ A × Bയുടെ എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ Aയിലുള്ള ആൾക്കാരുടെ എണ്ണം ഇൻറ്റു Bയിലുള്ള ആൾക്കാരുടെ എണ്ണം ആയിരിക്കും. Aയിൽ 3 പേരുണ്ട്, Bയിൽ 2 പേരുണ്ട്. അപ്പോൾ A × Bയിൽ എത്ര? 3 × 2 6 പേരുണ്ടാവും. അപ്പോൾ A × Bയിൽ 6 പേരുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സബ്സെറ്റിൽ എത്ര പേരുണ്ടാവും? എത്ര സബ്സെറ്റ് ഉണ്ടാവും? നമ്മൾ നേരത്തെ പറഞ്ഞു ഓർക്കണ്ടോ സബ്സെറ്റുകളുടെ എണ്ണം? സബ്സെറ്റുകളുടെ എണ്ണം = 2n ആണ്. ഓക്കെ, നമ്പർ ഓഫ് സബ്സെറ്റ് = 2n ആയിരിക്കും. 2 എത്ര പേരുണ്ട്? 2 ആയിരിക്കും. അപ്പം കാരണം മൊത്തം 6 പേരുണ്ട്. അപ്പോൾ A × Bയിൽ 6 പേരുള്ളത് കൊണ്ട് അതിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 ആയിരിക്കും, അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, ഇത്തിരി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സബ്സെറ്റും A × B ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ x/3 + 1 = y - 2 / 3. ഓക്കെ, നോട്ട് ഈക്വൽ ടു x/3 + 1 y - 2 / 3 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു -2/3 2/3. ഇതിനർത്ഥം ഇത്രേ ഉള്ളൂ, ഓർഡേർഡ് പേർ തന്നെ വിളിക്കാം. ഈ ആദ്യത്തെ ആളും ഇപ്പുറത്തുള്ള ആദ്യത്തെ ആളും സെയിം ആയിരിക്കും, ഇവിടുത്തെ രണ്ടാമത്തെ ആളും ഇപ്പുറത്തുള്ള രണ്ടാമത്തെ ആളും സെയിം ആയിരിക്കും. അത്രേ ഉള്ളൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സുമായി കണ്ടുപിടിക്കണം. അപ്പോൾ x/3 + 1 = -2/3 എന്ന് കിട്ടും. ഇപ്പുറത്ത് y - 2 / 3 = 2/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് x+ ഈ 3യും 1 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 × 1 എന്ന് കിട്ടും. 3 × 1 = 3 / 3 × 1 3 എന്ന് കിട്ടും. ഇപ്പുറത്ത് -2/3 ഉണ്ട്. താഴെ 3 3 ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. താഴെ ഒരേപോലെ വന്നല്ലോ, അപ്പോൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ x + 3 = -2 എന്ന് തോന്നും. അപ്പോൾ x ഇവിടെ നിർത്തി ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പ്ലസ് ഉള്ള 3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആയിട്ട് മാറും. -2 -3 എന്ന് പറയും. ദാറ്റ് ഈസ് -5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -5 ആണ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ വൈയുടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും 3 ഉണ്ട്, അതുകൊണ്ട് ഞാൻ 3 കട്ട് കളഞ്ഞു. അപ്പോൾ y - 2 = 2 എന്ന് കിട്ടി. ഈ -2 അടുത്ത് അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ അത് +2 ആയിട്ട് മാറും. 2 + 2 4 എന്ന് കിട്ടും. അപ്പോൾ y = 4. x = -5 y = 4 ആണ്. ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ r - 0 to r എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻഡ് ബൈ f(x) = 1/x. ശ്രദ്ധിച്ചോളെ, f(x) = 1/x ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. നമുക്ക് കുറച്ച് ഫംഗ്ഷൻസ് കാണാതെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് റെസിപ്രോക്കൽ ഫംഗ്ഷനാണ്. 1/x റെസിപ്രോക്കൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണാതെ പഠിച്ച് വരയ്ക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗ്രാഫ് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റത്തത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അതായത് അതിൻ്റെ f(x) ഒരു നമ്പർ ആയിരിക്കും, മാറത്തില്ല. f(x)നോട് ഇക്വേഷൻ ഒന്നും x ഒന്നും ഉണ്ടാവില്ല, ചുമ്മാ ഒരു നമ്പർ മാത്രം. അങ്ങനെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ നേരെ ഇതുപോലെ വരച്ചാൽ മതി. അതായത് f(x) = ചുമ്മാ ഒരു നമ്പർ മാത്രം ഉള്ളെങ്കിൽ ഇതേപോലെ വരയ്ക്കാം ആ നമ്പറിൽ കൂടെ. ഇതാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഇതങ്ങ് വരച്ചാൽ മതി. ഇനി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ f(x) എന്ന് ഉദ്ദേശിച്ചാൽ y ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. y-ഉം x-ഉം സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 1 1 2 2 3 3 4 4 -1 -1 0 0 അങ്ങനെ എല്ലാം മാർക്ക് ചെയ്ത് കിട്ടുമ്പോൾ കാണുന്ന വരയെ കാണുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ വരെ ഇങ്ങനെയായിരിക്കും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ വരെ ഇങ്ങനെയായിരിക്കും. ഇത് മോഡുലസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഇസ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ. ഓക്കെ, f(x) = mod x എന്നുണ്ടല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ x നെഗറ്റീവ് ആണെങ്കിലും
പോസിറ്റീവ് ആണെങ്കിലും വൈ വാല്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. കണ്ടല്ലേ? ഇപ്പോൾ ഒരു വി ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ വി ഷേപ്പാണ്. പിന്നെ ഉള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ ഗ്രാഫൊക്കെ നല്ല കൃത്യമായിട്ട് വരച്ച് വെക്കുക. എന്നിട്ട് ഒരേപോലുള്ള പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 0 0 മാർക്ക് ചെയ്തു, 1 1 2 2 3 3 4 4 -1 -1 -2 -2 -3 -3 -4 -4 എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് വലത്തോട്ട് ഇതുപോലൊരു വര വരയ്ക്കുക. ഓക്കെ, വലത്തോട്ട് ഒരു ചെറിയ വര, ഒറ്റ ലെങ്ത്തിൽ ഒരു വര വരച്ച് അപ്പുറത്തൊരു റൗണ്ട് ഇട്ട് കൊടുത്താൽ മതി. പോയിൻ്റ് മാർക്ക് ചെയ്തു, വലത്തോട്ട് വരച്ചു, റൗണ്ട് ഇട്ടു. പോയിൻ്റ് മാർക്ക് ചെയ്ത് വലത്തോട്ട് വരച്ച് റൗണ്ട് എടുക്കുക. കണ്ടില്ലേ? പോയിൻ്റ് മാർക്ക് ചെയ്തു, വലത്തോട്ട് വരച്ചു, ഒരു റൗണ്ട് എടുക്കും. ഇങ്ങനെ വരച്ചാൽ ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറയും. ഇതാണ് എൻ്റെ സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഫംഗ്ഷൻസ് മനസ്സിലാക്കി വെക്കുക. അടുത്ത് ക്യൂബ് റൂട്ട് ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂബ് റൂട്ട് അല്ല എടുക്കണ്ട. സോറി, ക്യൂബ് റൂട്ട് ഫംഗ്ഷൻ ഇത് തെറ്റാട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വെട്ടുണ്ട്, കട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അഥവാ എക്സ് സ്ക്വയറിൻ്റെ ഫംഗ്ഷനാണിത് ഈ കാണുന്നത് കേട്ടോ. അതേപോലത്തെ ഒരു യു ഷേപ്പ് പോലെ, ഏകദേശം പക്ക യു അല്ല, നല്ലൊരു ഏകദേശം ഒരു യു ഷേപ്പ് പോലെ കിട്ടും. വി ഷേപ്പ്, കൃത്യം വി ഷേപ്പ് ആണെങ്കിൽ മോഡുലസ് ഫംഗ്ഷൻ, ഒരു പ്രത്യേകതരം യു ഷേപ്പ് ആണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, ഇതേപോലെ വരികയാണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ ഫംഗ്ഷൻ. ഇതെല്ലാം കാണാൻ പഠിക്കണം കേട്ടോ. ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഒരു പോയിൻ്റ് എടുത്ത് എൻ്റെ ക്യൂബ് എടുത്ത് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് 1 എടുത്തു, 1ൻ്റെ ക്യൂബ് എത്ര? 1 തന്നെ. 2 എടുത്തു, 2ൻ്റെ ക്യൂബ് എത്ര? 8. 3 എടുത്തു, 3യുടെ ക്യൂബ് എത്ര? 27. ഇതിങ്ങനെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഷേപ്പ് കിട്ടും. അത് വലിയ പാടൊന്നുമില്ല. പിന്നെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ ഇതേപോലെ ഇരിക്കും. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ, റെസിപ്രോക്കൽ ഫംഗ്ഷൻ. ഓക്കെ, ഒരു വളഞ്ഞൊരു എക്സ് പോലെ, പക്ഷേ കൃത്യമായിട്ട് വരണം. ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല, കണ്ടില്ലേ? വളഞ്ഞു വരണം. ഒരിക്കലും 0 ടച്ച് ചെയ്യത്തില്ല. അടുത്ത സിഗ്നം ഫംഗ്ഷനാണ്. സിഗ്നം ഫംഗ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിഗ്നം ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. എക്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂവും 0 ആയിരിക്കും. അഥവാ f(x) 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഇടണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 0ക്ക് മേളിലാണെങ്കിൽ വൈ എന്തായാലും 1 ആയിരിക്കും. അപ്പോൾ വൈയുടെ ഇവിടെ ഒരു വട്ടം വരച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരാം. ഇനി എക്സിൻ്റെ വാല്യൂ ഇതിൽ കുറവാണെങ്കിലോ, ഇത് -1 ആണ് കേട്ടോ. ഇത് -1 ആണ്. ഇത് ടച്ച് ചെയ്തേക്കുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഇവിടെ ഒരു വട്ടം വരച്ച് ഇങ്ങോട്ടേക്കൊരു വരാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0ൽ താഴെയാണെങ്കിൽ വൈയുടെ വാല്യൂ -1 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ്. സ്ഥിരം ചോദ്യമാണ്, ശരിക്കും പഠിക്കണം. ഇനി ഈ ഒരു ഗ്രാഫ് കൊണ്ട് നോക്കി ഫുള്ളായി. സൈൻ എക്സിൻ്റെ ഗ്രാഫ്, നമ്മുടെ സൈൻ വേവ് അറിയില്ല, ഇങ്ങനെ പോകുന്നതാണ് സൈൻ വേവ്. കോസ് വേവും അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ചെറിയ വ്യത്യാസം ഒന്ന് വരച്ചതിന് ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. സൈൻ വേവ് ആണെങ്കിൽ 0 0ൽ ടച്ച് ചെയ്യും. ഓക്കെ, 0 0ൽ ടച്ച് ചെയ്യും. എന്നിട്ട് ഇതാ ഇവിടെ ഈ 1 പോയിൻ്റൊക്കെയാണ് ഇട്ടത്. ഇത് 1, ഇത് -1 ആണ്. അവിടെ വെച്ച് വരയ്ക്കാവുള്ളൂ. പക്ഷേ കോസ് വേവ് ആണെങ്കിൽ 0യുടെ അവിടെ വെച്ച് ടച്ച് ചെയ്തിട്ട് ആ സമയത്ത് 1ലായിരിക്കും. പിന്നെ π/2 ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓക്കെ വെച്ചാൽ മതി. ഈ പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ നല്ലത്. ഇനി അല്ലെങ്കിൽ ഇത്ര ഓർത്തേക്ക്, സൈൻ വേവ് ആണെങ്കിൽ 0ൽ ടച്ച് ചെയ്യും, കോസ് വേവ് ആണെങ്കിൽ 0 0ൽ ടച്ച് ചെയ്യില്ല, പകരം 0യുടെ അവിടെ എത്തുമ്പോൾ 1ലായിരിക്കും ടച്ച് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും പോകാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ടാൻ ആണെങ്കിൽ കാണാൻ തന്നെ പഠിക്കണം. ഈ ഒരു രീതി കാണാൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ടാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ചോദിക്കണം. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യനിലേക്ക് എത്തിയില്ല. ഇപ്പോൾ റെസിപ്രോക്കൽ ഫംഗ്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ കാണുന്ന ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് കേട്ടോ. ഈ പടം വരയ്ക്കാൻ, ഇത്രേ ഉള്ളൂ. ആണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ. ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f(x). ഡൊമെയിൻ റേഞ്ച് കണ്ടുപിടിക്കാൻ ഇത്തിരി ചിന്തിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഡൊമെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ എഴുതാം. f(x) = √9 - x². നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കുറച്ച് റൂളുണ്ട് ഡൊമെയിൻ കണ്ടുപിടിക്കാനുള്ള. ഓക്കെ, റൂട്ടിൻ്റെ ഉള്ളിൽ വരുമ്പോൾ റൂൾ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ റൂട്ടിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ വരുമ്പോൾ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഈ സംഭവം എടുക്കുക, അത് > or = 0 ആയിരിക്കണം. കാരണം റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ലല്ലോ. സോ ഇറ്റ് ഷുഡ് ബി > or = 0. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ -x² എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 9 > or = 0 + x² എന്ന് വരും. അഥവാ 9 > or = x² എന്ന് കിട്ടും. എളുപ്പത്തിന് വേണ്ടിയിട്ട് x² ഇപ്പുറത്തേക്ക് എഴുതാം. ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ x² < or = 9 എന്ന് കിട്ടും. കണ്ടല്ലേ?
ഞാൻ മൊത്തത്തിൽ തിരിച്ചു കേട്ടോ, മൊത്തത്തിൽ തിരിക്കുകയാണ്. ഇപ്പോൾ സൈനും തിരിഞ്ഞുണ്ടല്ലേ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പോൾ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സിന് 2 വാല്യൂ ഉണ്ടാവില്ലേ, നെഗറ്റീവും പോസിറ്റീവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിരിക്കും. കണ്ടില്ലേ, പോസിറ്റീവ് ഉത്തരവും നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള സിമ്പലും സെയിം സിമ്പിളായിരിക്കും. പക്ഷേ നെഗറ്റീവിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറൻറ്റ് സിമ്പിളായിരിക്കും. ഇപ്പോൾ 2 ഉത്തരങ്ങൾ കിട്ടി. ഓക്കെ, എക്സ് 3നേക്കാളും ചെറുതും ആവാം, ഈക്വലും ആവാം. എക്സ് -3നേക്കാളും വലുതും ആവാം, ഈക്വലും ആവാം. അങ്ങനൊരു ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോൾ -3നേക്കാളും വലുത് 3നേക്കാളും ചെറുത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാപ്പല്ലേ നമുക്ക് കിട്ടണേ. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൊമൈൻ എന്തായിരിക്കും, -3 മുതൽ 3 വരെയുള്ള ഭാഗമായിരിക്കും. അപ്പോൾ -3ക്ക് ഈക്വലും ആണ് വലുതുമാണ്. അപ്പോൾ -3ക്ക് ഈക്വലും ആകാം വലുതും ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഈക്വൽ വന്നാൽ 3നേക്കാളും ചെറുതും ആവാം, ഈക്വലും ആവാം. അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. റേഞ്ച് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയാണ്, പ്രത്യേകിച്ച് നല്ലൊരു ചെറിയൊരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ നേരെ അങ്ങ് എഴുതുക. y ഈസ് ഈക്വൽ ടു പറഞ്ഞ് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സിന് പകരം y ഈസ് ഈക്വൽ ടു √9 - x² എന്ന് എഴുതണം. ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിന് എക്സ് കണ്ടുപിടിക്കണം. അതായത് റേഞ്ച് കണ്ടുപിടിക്കാൻ എന്ത് കണ്ടുപിടിക്കണം, എക്സ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, എക്സ് റൂട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ട് 2 സൈഡ് സ്ക്വയർ ചെയ്യാം. ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് y² എന്ന് കിട്ടും. റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും നമ്മുടെ ഈ സ്ക്വയറുടെ കട്ടായിട്ട് ബാക്കി 9 - x² എന്ന് മാത്രം കിട്ടും. ഇത്ര ഉള്ളൂ, എളുപ്പമാണ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് വേണ്ടത് x² അല്ലേ, ഈ x² എടുത്ത് ലെഫ്റ്റിലേക്ക് എഴുതാം. അപ്പോൾ ഇത് -x² ഇപ്പുറത്തേക്ക് വരുമ്പോൾ +x² ആവും. അപ്പോൾ x² + y² എന്ന് വരും, ഈക്വൽ ടു 9. നമുക്ക് x² മാത്രം മതിയല്ലോ. അപ്പോൾ x² ഇവിടെ നിർത്തി y² എടുത്ത് അപ്പുറത്തേക്ക് ഇടാം. അപ്പോൾ ഇത് -y² ആയിട്ട് മാറും. നമുക്ക് വേണ്ടത് x² ആണോ, അല്ല, നമുക്ക് വേണ്ടത് x ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു √9 - y² എന്ന് വരും. നമുക്കറിയാവുന്ന കാര്യം എന്തായിരുന്നു, നമുക്കറിയാവുന്ന സംഭവം ഉണ്ടല്ലോ. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരാൻ പാടില്ല വരാമെന്നുള്ളതാണ് കേട്ടോ. നമുക്കറിയാവുന്ന ടെക്നിക്ക് എന്താണ്, റൂട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എക്സിന് വാല്യൂസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മളിനി വൈക്ക് നോക്കാമാണ്. അപ്പോൾ 9 - y² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നിന്ന് y² അപ്പുറത്തേക്ക് പോകുമ്പോൾ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y² എന്ന് വരും. 0 + y² ഈസ് y². എളുപ്പത്തിന് വേണ്ടി തിരിച്ചെഴുതാം. y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും. നേരത്തെ വന്നതുപോലെ തന്നെ, വലിയ വ്യത്യാസമില്ല. y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് എഴുതും. ഞാനത് ഇപ്പുറത്തേക്കൊന്ന് എഴുതാം കേട്ടോ. y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് വരും, ആണല്ലോ. പക്ഷേ അപ്പോൾ നമുക്ക് 2 രീതികൾ അറിയാമല്ലോ, 2 ഉത്തരങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ടാവും. y² 9 ആണെങ്കിൽ y 3 ആയിരിക്കുമല്ലോ. പിന്നെ ഡിഫറൻറ്റ് സൈനിൽ -3 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ y 3നേക്കാളും ചെറുതുമാണ്, അതുപോലെ ഈക്വലുമാണ്. -3നേക്കാളും വലുതുമാണ്, ഈക്വലാണ്. ഇന്ന് ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലാവും, നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഉത്തരം തന്നെ ഇത്. എക്സിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയ അതേ ഉത്തരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, അല്ലേ. ഇതാ ഇവിടെ അത് തന്നെ നമുക്ക് കിട്ടിയത്. പക്ഷേ ഇനിയാണ് ഒരു വ്യത്യാസം വരാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ക്വസ്റ്റ്യൻ റൂട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ റൂട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം, റേഞ്ചിനകത്തൊരു ശ്രദ്ധ വരുത്താനുണ്ട്. ക്വസ്റ്റ്യനിൽ റൂട്ട് ഉണ്ടെങ്കിൽ ഉത്തരത്തിൽ നെഗറ്റീവ് പാർട്ട് വരാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ നെഗറ്റീവ് ആൻസർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഉത്തരം -3 മുതൽ 3 വരെ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം വരേണ്ടത്. ഓക്കെ, -3 മുതൽ 3 വരെ സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട്. പക്ഷേ ആ നെഗറ്റീവ് പാർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് 0ൽ താഴെ പാർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റേഞ്ച് സിൻസ് ഇപ്പോൾ ഒരു കഥ പോലെ എഴുതണം. സിൻസ് f of x ഈസ് എ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. f of x ഈസ് എ സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്ക്വയർ റൂട്ട് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് റേഞ്ച് പോസിബിൾ അല്ല, നെഗറ്റീവ് റേഞ്ച് നോട്ട് പോസിബിൾ. അതുകൊണ്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മുടെ റേഞ്ച് ഈസ് ഈക്വൽ ടു എവിടെ മുതൽ വരെ വരാം, നെഗറ്റീവിൽ വരാൻ പാടത്തുള്ളൂ, 0 വരാമല്ലോ. 0 മുതൽ 3 വരെ വരുള്ളൂ. -3 മുതൽ 3 വരെ വരേണ്ടതിന് പകരം 0 to 3 വന്നു. ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, a ഈസ് ഈക്വൽ ടു -1 1 ആണെങ്കിൽ എന്താണ് a ഇൻറ്റു a ഇൻറ്റു a. ഓക്കെ, a ഈസ് ഈക്വൽ ടു -1 1 ആണെങ്കിൽ എന്താണ് a ഇൻറ്റു a ഇൻറ്റു a. ചെയ്യേണ്ട രീതി ഇത്രേ ഉള്ളൂ. a ഈസ് ഈക്വൽ ടു -1 1 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് a ഇൻറ്റു a കണ്ടുപിടിക്കാം. അതായത് -1, 1
ഇൻറ്റു -1, 1. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ ഓരോ നമ്മളും എടുക്കുക. ഓക്കെ, ഓരോന്നിട്ട് കണക്ട് ചെയ്യുക. ആദ്യം -1 ഈ -1 കണക്ട് ചെയ്യും, പിന്നെ -1ഉം 1 കണക്ട് ചെയ്യും, ഈ 1ഉം -1 കണക്ട് ചെയ്യും, 1ഉം 1 കണക്ട് ചെയ്യും. ഇത്ര ഉള്ളൊരു കണക്ഷൻസ് ആണ്. എല്ലാവരും നമ്മൾ എത്ര കണക്ഷൻസ് പോസിബിളാണ്. അപ്പം -1ഉം -1ഉം ആദ്യത്തെ കണക്ഷൻ, പിന്നെ -1ഉം 1ഉം ആയിട്ടുള്ള അടുത്ത കണക്ഷൻ, 1ഉം -1ഉം കൂടെയുള്ള അടുത്ത കണക്ഷൻ, 1ഉം 1ഉം കൂടെയുള്ള അടുത്ത കണക്ഷൻ. അപ്പം ഇതാണ് നമ്മുടെ A ക്രോസ് A. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ക്രോസ് ചെയ്താലോ? അപ്പോൾ A ക്രോസ് A എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ A ക്രോസ് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ, അതിനെ വീണ്ടും ഒരു എയോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഈ കണ്ട ഈ ഉത്തരത്തിന്, ഓക്കെ, നമ്മുടെ ഈ ഒരു ഉത്തരം ഉണ്ടല്ലോ, അതിനെ വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ A ക്രോസ് A എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ വീണ്ടും ഒരു എയോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടും? -1 -1 -1. ഓക്കെ, -1 -1 -1 കിട്ടും. അതിൻ്റെ കൂടെ തന്നെ -1 -1 1 കിട്ടും. ഓക്കെ, -1 -1 1 കിട്ടും. രണ്ടാമത്തെ ആയി. പിന്നെ -1 1 -1 വരും, -1 1 1 വരും. ഓക്കെ, നമ്മൾ ഓരോന്നുമായിട്ടും കണക്ട് ചെയ്യണം. ഇനി 1 -1 -1 വരും. ഓക്കെ, അടുത്തത് 1 -1 1 വരും, 1 1 -1 വരും, 1 1 1 വരും. ഇത്രേ ഉള്ളൂ. ഇതിരി ചിന്തിക്കാനുണ്ട്, പക്ഷേ എളുപ്പമാണ്. എയോട്ട് ക്രോസ് ചെയ്യുക, എന്നിട്ട് ക്രോസ് ചെയ്തത് കൊണ്ട് വീണ്ടും ഒന്ന് ക്രോസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് 10 ഇല്ല കേട്ടോ, 0 ആണ്. ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 + x f of x, അതായത് y വാല്യൂ എന്ന് വെച്ചാൽ f of x എന്ന് വെച്ചാൽ y ആയിട്ട് ഉദ്ദേശിക്കുന്നത്. y വാല്യൂ എന്ന് വെച്ചാൽ 1 + x ആയിരിക്കും. എപ്പോൾ? x 0-നേക്കാളും ചെറുതാണെങ്കിൽ. y വാല്യൂ എന്ന് വെച്ചാൽ 1 ആയിരിക്കും. എപ്പോൾ? x 0 ആണെങ്കിൽ. y വാല്യൂ 1 - x ആയിരിക്കും. എപ്പോൾ? x > 0 ആണെങ്കിൽ. അതായത് എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ചുണ്ടല്ലേ, എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് വൈയുടെ ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒരു ഗ്രാഫ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സും എഴുതുക, വൈയും എഴുതുക. ഓക്കെ, എന്നിട്ട് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് 3 രീതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. x <0 പറഞ്ഞിട്ടുണ്ട്, x = 0 പറഞ്ഞിട്ടുണ്ട്, x > 0 പറഞ്ഞിട്ടുണ്ട്. <0-ൽ 3 നമ്പർ അങ്ങ് എഴുതാം, -3 -2 -1. =0 നമ്പർ എഴുതി, >0-ൽ 2-3 നമ്പർ എഴുതാം. മിക്കവാറും ഈ നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് x -3 എഴുതുന്നതായിരിക്കും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ആണ് -3 എഴുതി. അപ്പോൾ ആ സമയത്ത് നോക്കിയാൽ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈയുടെ വാല്യൂ x -3 ആണെങ്കിൽ, അതായത് x <0 ആണ് അല്ലേ. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + x ആയിരിക്കും. നമ്മുടെ ഈ x വാല്യൂടെ കൂടെ 1 കൂട്ടുക. -3 + 1 എത്രയാണ്? -3 + 1 -2 ആണ്. -2 + 1 -1, -1 + 1 0. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉത്തരം കിട്ടി. അടുത്തത് x = 0 ആണെങ്കിലോ, x 0 ആണെങ്കിൽ y 1 ആയിരിക്കും. അപ്പോൾ നേരെ ഒന്നും ചെയ്യാനില്ല, നേരെ 1 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് x > 0 ആണ്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0-നേക്കാളും വലുതായി. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 1 - x ആയിരിക്കും. അപ്പോൾ 1-ൽ നിന്ന് x കുറയ്ക്കാം. 1 - x എത്ര? 1. 1 - 1 0. 1 - 2 -1. 1 - 3 -2. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കാനുള്ള പോയിൻറ്റ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഗ്രാഫും വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാനായിട്ട് ആദ്യം നമ്മുടെ ഈ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യണം നമുക്ക് കൃത്യമായിട്ട്. ഓക്കെ, ഇത് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. പരീക്ഷയ്ക്ക് എഴുതുമ്പോഴത്തേക്കും കൃത്യമായിട്ട് സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാമല്ലോ. അപ്പോൾ അതിന് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. 0, ഇത് 1, ഇത് 2, ഇത് 3, 4. ഓക്കെ, ഇവിടെ മേളിലേക്ക് 1 2 3 -1 -2 -3. ഓക്കെ, ഒരു ഗ്യാപ്പ് ഇട്ട് വരയ്ക്കാം. -2 -3. ഓക്കെ, ഇങ്ങനെയായിരിക്കും.
ഇപ്പുറത്ത് -1 -2 -3. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. സോ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഉള്ള പോയിൻറ്റ്സ് അല്ലേ. എക്സ് -3 ആണെങ്കിൽ y -2 ആയിരിക്കും. എക്സ് -3 ഇതല്ലേ എക്സിൻ്റെ -3. അപ്പോൾ y -2 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ -2ലേക്ക് നീങ്ങുക, ഇവിടെ വരും. ഇതല്ലേ y =-2. അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, പോയിൻ്റ് മാർക്ക് ചെയ്യാം. അടുത്തത് എക്സ് -2 ആണെങ്കിൽ y -1. അപ്പോൾ ഇത് ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം. എക്സ് -1 ആണെങ്കിൽ y എത്രയായിരുന്നു? എക്സ് -1 ആണെങ്കിൽ y 0. ഇവിടെ മാർക്ക് ചെയ്തു. എക്സ് 0 ആണെങ്കിൽ y 1. ഇവിടെ മാർക്ക് ചെയ്തു. എക്സ് 1 ആണെങ്കിൽ y 0. എക്സ് 2 ആണെങ്കിൽ y -1. എക്സ് 3 ആണെങ്കിൽ y -2. ഓക്കെ, അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് വരച്ച് ജോയിൻ ചെയ്യണം. ഇതേപോലെ മാർക്ക് ചെയ്ത് ഇതങ്ങ് ജോയിൻ ചെയ്യാം. ഓക്കെ, കാണില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇത്രേ ഉള്ളൂ, ഇതേപോലെ ഗ്രാഫ് വരയ്ക്കണം കേട്ടോ. നേരെ ജോയിൻ ചെയ്ത് പോയാൽ മതി. ഇപ്പോൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡൊമൈൻ റേഞ്ച് ചോദിക്കും. ഗ്രാഫിൽ നിന്ന് ഡൊമൈൻ റേഞ്ച് ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. വൈ എവിടെ മുതൽ ഇടം വരെ നോക്കുക. റേഞ്ച് കണ്ടുപിടിക്കാൻ പറയാൻ അതാണ്. എക്സ് എവിടെ മുതൽ ഇടം വരെ വരുന്നുള്ളതാണ് നമ്മുടെ ഡൊമൈൻ. ഡൊമൈൻ എക്സിനകത്ത് എല്ലാം വരുന്നുണ്ട്, കണ്ടില്ലേ? നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരുന്നുണ്ട്. എക്സ് വാല്യൂസ് എല്ലാത്തിലും ഉണ്ട്. പക്ഷേ വൈ നോക്കിയാൽ എല്ലാ വൈ വാല്യൂം വരണില്ല. ഈ 1 മുതൽ താഴത്തേക്കുള്ള ഉണ്ടല്ലോ, 1ൻ്റെ മേളിലേക്ക് ഒരൊറ്റ വൈ വാല്യൂ എടുത്തിട്ടില്ല. 1 മുതൽ താഴത്തേക്കാണ് വൈ വാല്യൂ വരുന്നത്. അപ്പോൾ -∞ മുതൽ 1 വരെ അങ്ങനെയുള്ള എല്ലാ വാല്യൂസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ -∞ to 1 ആയിരിക്കും. റേഞ്ച് ഈസ് ഈക്വൽ ടു -∞ to 1. -∞ എപ്പോഴും റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട്, ഇൻഫിനിറ്റികൾക്കെല്ലാം റൗണ്ട് ബ്രാക്കറ്റാണ്. 1 ഉൾപ്പെടെ ആയതുകൊണ്ട് 1 എന്നിട്ടേക്കാം. ഇതാണ് ഇങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, x+1 ഈസ് ഈക്വൽ ടു x+1 y -4 നമ്മുടെ നേരത്തെ പറഞ്ഞല്ലേ, അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സും വായും കണ്ടുപിടിക്കാൻ എളുപ്പം ക്വസ്റ്റ്യൻ ഉണ്ടോ. അപ്പോൾ x+1 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. y -4 ഈസ് ഈക്വൽ ടു 7 ആയിരിക്കും. പാടൊന്നുമില്ല. x+1 3 ആണെങ്കിൽ x എന്തായിരിക്കും? 3 - 1 ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. കഴിഞ്ഞു. y -4 7 ആണെങ്കിൽ y എന്തായിരിക്കും? 7 + 4 വരും കേട്ടോ. 4 അപ്പുറത്തേക്ക് പ്ലസ് ആവും 11 വരെ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതാ A×A. ഓക്കെ, A×Aയുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ 9 എലമെൻറ്റ്സ് ഉണ്ടെന്നിരിക്കും. A×A ചെയ്തപ്പോൾ 9 എലമെൻറ്റ് വന്നു. A×A ചെയ്യുമ്പോൾ 9 എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ എയിൽ എത്ര എലമെൻ്റ് ആയിരിക്കും? 3 ആയിരിക്കില്ലേ? കാരണം 3 × 3 അല്ലേ 9 വരുന്നത്. അപ്പോൾ എയിൽ 3 പേരുണ്ട്. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ദെൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ A×A എടുത്ത് നോക്കിയപ്പോൾ ഈ നമ്പേഴ്സ് അതിനകത്തുണ്ട്. ഓക്കെ, ഈ എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. -A 0-യും 0-യും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, എയിൽ 3 പേരുണ്ടെന്നറിയാം. ചോദ്യം A എഴുതാനാണ് കേട്ടോ. 3 പേരുണ്ടെന്ന് മനസ്സിലായി. പിന്നെ A×A എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ട്? -A ഉണ്ട്, 0 ഉണ്ട്, 0 ഉണ്ട്, A ഉണ്ട്. ഓക്കെ, അപ്പോൾ A×A നമുക്ക് നോക്കിയാൽ തന്നെ ഒരു കാര്യം മനസ്സിലാവും. എയിലുള്ള ആൾക്കാരല്ലേ A×Aയിലും വരുള്ളൂ. അപ്പോൾ -A എന്തായാലും എയിലുണ്ടാവും, പിന്നെ 0 ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ ഈ 0 റിപ്പീറ്റ് വന്നുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഈ എയും ഉണ്ടാവും, കാരണം എയിലുള്ള ആൾക്കാരല്ലേ A×Aയിൽ വരുള്ളൂ. അപ്പോൾ ഇവർ 3 പേരായിരിക്കും ഇതിനകത്തുള്ളത്. അത്ര ഉള്ളതാണ്. പിന്നെ A×A നിങ്ങൾ എഴുതാനാണ് നേരത്തെ ചെയ്തതല്ല ഒരു ക്വസ്റ്റ്യൻ, അത് ചെയ്യാവുന്നേ ഉള്ളൂ. ചുമ്മാ ക്രോസ് ചെയ്ത് ഇട്ടേക്കാം, അത്ര ഉള്ളതാണ്. അടുത്തത് വേറൊരു ക്വസ്റ്റ്യൻ. എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ കേട്ടോ. അപ്പോൾ A ഈസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 6. അപ്പോൾ എക്സ് 6-നേക്കാളും ചെറിയ പ്രൈം നമ്പറാണ്. ഏതൊക്കെ വരും? 2 വരും, 3 വരും, 5 വരും. 6-നേക്കാളും ചെറിയ പ്രൈം നമ്പേഴ്സ് ഇതൊക്കെയാണ്. പിന്നെ B എന്ന് വെച്ചാൽ 5, 6 ആണ് തന്നിട്ടുണ്ട്. ചോദ്യം എന്താണ്? A×B എഴുതാൻ എളുപ്പമാണല്ലോ. ഇത്രേ ഉള്ളൂ. A×B എന്ന് വെച്ചാൽ ആദ്യം 2-ഉം 5-ഉം വരും, 2-ഉം 6-ഉം വരും, 3-ഉം 5-ഉം വരും, 3-ഉം 6-ഉം വരും.
5ഉം 5ഉം വരും. കാരണം 5ഉം 5 വന്നാലും കുഴപ്പമില്ല കേട്ടോ, കാരണം ഇവിടുത്തെ 5 ഇവിടുത്തെ 5 അല്ലേ, ഒന്നും പ്രശ്നമൊന്നുമില്ല. 5ഉം 5ഉം വരും, 5ഉം 6ഉം വരും. റിപ്പീറ്റ് അങ്ങനെയൊക്കെ വന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി. അടുത്ത ചോദ്യം, റൈറ്റ് ദ നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ്. എ ക്രോസ് ബിയിലുള്ള ഇതിൻ്റെ പോസിബിൾ റിലേഷൻസ് എത്രയാണ്? സിമ്പിളാണ്. എ ക്രോസ് ബിയിലകത്ത് എത്ര പേരുണ്ട്? എ ക്രോസ് ബിയിൽ 6 പേരുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, 6 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്തായിരിക്കും? നമ്മുടെ മറ്റേ നേരത്തെ സബ്സെറ്റിൻ്റെ എണ്ണമില്ലേ, അത് തന്നെയാണ്. ഇത് കാണാണ്ട് പഠിക്കാനാണ് കേട്ടോ, ഇക്വേഷൻ കാണാണ്ട് പഠിച്ചോളെ. സബ്സെറ്റിൻ്റെ എണ്ണം നിങ്ങൾക്ക് അറിയാമല്ലോ, 2n ആണെന്നുള്ളത്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസിൻ്റെ ഇക്വേഷൻ 2n ഓഫ് എ ക്രോസ് ബി ആയിരിക്കും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 2n ഓഫ് എ ഇൻറ്റു n ഓഫ് ബി എന്നും പറയാം. എന്തൊക്കെയാണെങ്കിലും ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ എയിൽ 3 പേര്, ബിയിൽ 2 പേര്, ഇപ്പോൾ 3 × 2 6 ആയിരിക്കും. അപ്പോൾ അതുപോലെ 2�6 എന്ന് വരും. എന്താണെങ്കിലും ഉത്തരം ആണ് നമ്മുടെ ടെക്നിക്ക് കേട്ടോ. ജസ്റ്റ് എ ക്രോസ് ബിയിൽ 6 പേരുണ്ടെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് 2�6 ആയിരിക്കും. അടുത്ത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് വിചാരിക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 ഫോർ എക്സ് ഈസ് ഈക്വൽ ടു 0, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു -3 ഫോർ എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഗ്രാഫ് സിമ്പിളാണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം ഇവിടെ എക്സ് എടുക്കുക, വൈ എടുക്കുക. ഓക്കെ, ദെൻ എക്സിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ 0ൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാൻ 0 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0ൽ 3 പോയിൻ്റ് എടുക്കാം. അപ്പോൾ ഏതൊക്കെ വരും? നമുക്ക് നെഗറ്റീവ് തുടങ്ങാം. -0 ഉണ്ടല്ലോ, നെഗറ്റീവ് -3 -2 -1 0 1 2 3. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ എന്താണ്? -3 ആയിരിക്കും. എഫ് ഓഫ് എക്സ് വെച്ചാൽ വൈ നമ്മളോട് പറഞ്ഞല്ലോ. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇത് -3, ഇത് -3, ഇത് -3. ഓക്കെ, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇത് 0 തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ വൈയും 0 ആയിരിക്കും. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലോ വൈ 2 ആയിരിക്കും. ഓക്കെ, വൈ 2 ആയിരിക്കും. ഇപ്പോൾ വൈയിൽ ഗ്രേറ്റർ ദാൻ 0യിൽ എല്ലാവർക്കും ഉത്തരം 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്രാഫ് ഭയങ്കര എളുപ്പം ഗ്രാഫ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് അല്ല, ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫല്ല. അപ്പോൾ നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് എക്സിൻ്റെ അവിടെ -3 എല്ലാം കൊടുക്കും. -3 -2 -1 0 1 2 3. ഓക്കെ, 6 ഇട്ടേക്കാം. പിന്നെ ഇവിടെ 1 2 3 കൊടുക്കാം. ഇവിടെ -1 -2 -3 കൊടുക്കാം. ഓക്കെ, ഇതാണ് അടുത്ത ചോദ്യം. ഇതാണ് ഗ്രാഫ് പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാം. എക്സ് -3 ആകുമ്പോൾ വൈ എന്തായിരിക്കും? -3 ആയിരിക്കും. അപ്പോൾ എക്സ് ഇതാ ഇവിടെയാണ് -3 ആണ്, ഇതാണ് എക്സ് -3. അപ്പോൾ വൈ -3 ഇത് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ പോകണം അവിടെ വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിൻ്റ്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേപോലെ ഓരോന്ന് മാർക്ക് ചെയ്യാം. എക്സ് -3 ആണെങ്കിൽ വൈ -3, എക്സ് -2 ആണെങ്കിൽ വൈ -3, എക്സ് -1 ആണെങ്കിൽ വൈ -3, എക്സ് 0 ആണെങ്കിൽ വൈ 0, എക്സ് 1 ആണെങ്കിൽ വൈ 2 ആയിരിക്കും. എക്സ് 1 ആണെങ്കിൽ വൈ 2 ഇതാ, എക്സ് 2 ആണെങ്കിൽ വൈ 2, എക്സ് 3 ആണെങ്കിൽ വൈ 2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഓക്കെ, ഇനി വരയ്ക്കേണ്ട സമയത്തേ ഉള്ളൂ, ഡൺ, കഴിഞ്ഞു. ഇനി ഗ്രാഫും വരച്ചാൽ മതി. വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതാ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരും ഒരു വര. ഇവിടെ ഒരു റൗണ്ട് കൊടുക്കണം, കാരണം ഇതിന് 0 ആകുമ്പോഴത്തേക്ക് വേറൊരുത്തരം, 0 ആകുമ്പോൾ ഇവിടെ വേറൊരുത്തരം കൊടുത്തിട്ടുണ്ട്. 0 ആകുമ്പോൾ കൃത്യം 0 തന്നെ വരാവുള്ളൂ, വേറൊരുത്തരം വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇത് സിഗ്നം ഫംഗ്ഷൻ പോലെ തന്നെയാണ് കേട്ടോ. സിഗ്നം ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. സിഗ്നം ഫംഗ്ഷൻ ഇതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ അവിടെ പക്ഷേ ഇതാണെന്നുള്ളൂ. -1ഉം 1ഉം ഒക്കെയാണ്. ഇതാണ് സംഭവം. ഓക്കെ, ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. 0ക്ക് ഓൾറെഡി ഒരു ഉത്തരം ഉള്ളതുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്തിട്ട് ഇല്ലയെന്ന് കാണിക്കാൻ ഇങ്ങനെ വട്ടം വരയ്ക്കണം കേട്ടോ. കാരണം 0ക്ക് ഓൾറെഡി ഒരു ഉത്തരമുണ്ട്, ഓൾറെഡി ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തായില്ലേ. ഇപ്പോൾ ഒരേ വരയിൽ 2-3 ടച്ച് ഇങ്ങനെ വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അടുത്ത എ ഈസ് ഈക്വൽ ടു സംതിങ് 1 2 3 4 സംതിങ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എ റിലേഷൻ ആർ ഫ്രം എ ടു ഈസ് ഡിഫൈൻഡ് ബൈ. ഇപ്പോൾ റിലേഷൻ ഇങ്ങനെയാണ്, അതായത് എയിന്ന് എയിലേക്ക് തന്നെ ഒരു റിലേഷൻ നമ്മൾ എഴുതാൻ പോകണം. ഓക്കെ, എയിന്ന് എയിലേക്ക് തന്നെ ഓക്കെ റിലേഷൻ എഴുതുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇക്വേഷൻ ഇതാണ്, ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ്. ഓക്കെ, ആർ ഈസ് ഈക്വൽ ടു എക്സ് വൈ സച്ച് ദാറ്റ് 2x - y ഈസ് ഈക്വൽ ടു 0. ഇത്രേ ഉള്ളൂ. അപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ എയിൽ ആരൊക്കെ ഉണ്ട്?
നമുക്കിവിടെ എക്സും വൈയും എഴുതാം. അപ്പോൾ നമുക്ക് റിലേഷൻ തന്നെ എങ്ങനെയാണ് കാണിച്ചു തരാം. ഈ റിലേഷൻഷിപ്പ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? എയിന്ന് എയിലേക്ക് തന്നെയാണ്. ഇപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ എയിലുള്ള എല്ലാവരും ഇങ്ങനെ എഴുതി വെക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ. ഇപ്പോൾ ഒരു പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള റിലേഷൻ 2x - y = 0 ആണ്. 2x - y = 0 ആണെങ്കിൽ 2x = 0 + y അഥവാ y ആയിരിക്കില്ലേ, അഥവാ y = 2x ആയിരിക്കില്ലേ. അപ്പോൾ നമുക്കിനി y കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് എന്താണ്? y = 2x ആണ്. അപ്പോൾ x 1 ആണെങ്കിൽ y എന്തായിരിക്കും? 2 × 1 ആയിരിക്കും. അപ്പോൾ ഇത് 2 കിട്ടും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി x 2 ആണെങ്കിൽ y 4, x 3 ആണെങ്കിൽ y 6, x 4 ആണെങ്കിൽ y 8. അപ്പോൾ ഇത് 10 12 14 16 ഇങ്ങനെയൊക്കെ വരും. ഇനി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ എക്സും വൈയും എയിൽ പെട്ട ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനകത്ത് നോക്കിയാൽ ഈ എക്സും വൈയും എയിൽ പെട്ട ആൾക്കാരാണെന്ന് നോക്കണം കേട്ടോ. ഇത് റിലേഷൻ്റെ ഭാഗമാണോ നോക്കണേ. നമ്മുടെ ഈ എക്സും വൈയും 1ഉം 2ഉം എയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണോ? കാരണം A to A പറഞ്ഞേക്കണേ. രണ്ടും എയിൽപ്പെട്ട ആൾക്കാർ തന്നെയാണോ? അതെ, എയിൽ 1ഉം 2ഉം ഉണ്ട്. സോ പ്രശ്നമില്ല. ഇവിടെ ടിക്കറ്റ് ആക്കാം. 2ഉം 4ഉം ഉണ്ട്, 3ഉം 6ഉം ഉണ്ട്, 4ഉം 8ഉം ഉണ്ട്. ഈ 10 ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇതില്ല. അതുകൊണ്ട് റിലേഷൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R = ഈ ആദ്യത്തെ 4 പേര് മാത്രമേ ഉള്ളൂ. 1ഉം 2ഉം, പിന്നെ 2ഉം 4ഉം, 3ഉം 6ഉം, പിന്നെ 4ഉം 8ഉം. ഇത്രയും പേരാണ് നമ്മുടെ റിലേഷനിലുള്ളൂ. കാരണം ബാക്കിയുള്ള ഈ നമ്പേഴ്സില്ല, ഈ നമ്പേഴ്സ് നമ്മുടെ ഉത്തരത്തിനകത്ത് വരത്തില്ല. കാരണം ഇത് എയിന്ന് എയിലേക്ക് തന്നെയുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ എയിലുള്ളവർ മാത്രമേ അവിടെ പങ്കെടുക്കാവുള്ളൂ. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ആദ്യത്തെ ആൾ എയിലുള്ള ആളായിരിക്കണം, രണ്ടാമത്തെ ആൾ എയിലുള്ള ആളായിരിക്കണം. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ റിലേഷൻ്റെ ആദ്യത്തെ ആൾക്കാരല്ലേ, അവരാണ് ഡൊമൈൻ. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ഇപ്പുറത്ത് എഴുതാം. ഡൊമൈൻ എന്ന് വെച്ചാൽ ഈ നമ്മുടെ റിലേഷൻ്റെ അകത്തുള്ള ആദ്യത്തെ ആൾക്കാർ. അപ്പോൾ അതായത് 1 2 3 4 ഇതാണ് ഡൊമൈൻ. റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമൈൻ്റെ രണ്ടാമത്തെ ആൾക്കാർ. ഓക്കെ, രണ്ടാമത്തെ ആൾക്കാരാണ്. ഇപ്പോൾ 2 4 6 8 ആയിരിക്കും. ഇത്ര ഉള്ളൂ. ഇതാണ് ഡൊമൈൻ റേഞ്ച്. ഗ്രാഫിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കേണ്ട രീതി ഇങ്ങനെയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത കോംപ്ലക്സ് നമ്പേഴ്സിനകത്തൊരു ഗ്രാഫ് വരയ്ക്കാനുണ്ട്. അത് നമുക്ക് കഴിഞ്ഞിട്ട് നോക്കാം.